ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. നെർവസ് ഒന്നും ഇപ്പൊ തീരെ അല്ല, ആ സമയത്താവുമോന്ന് അറിയത്തില്ല. എന്തായാലും അടിച്ചു പൊളിക്കണം. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5-2 മാസത്തോളം ചേച്ചിയും അവളും സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ അതൊരു പാർക്കിംഗ് ലോട്ടിലാണ് കണ്ടത്. ഒരു ലോ ബ്ലോസ് എന്ന് പറഞ്ഞൊരു കടയുടെ പാർക്കിംഗ് ലോട്ടില്. ദെൻ ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ പോയി. പിന്നെ കുറേ സംസാരിച്ചു. ആദ്യം കുറച്ചൊരു ഷൈനസ് ആയിരുന്നു രണ്ടുപേർക്ക്, നെർവസ്നെസ് ആയിരുന്നു സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ രണ്ടുപേരും എന്തോ റാൻഡം ടോപ്പിക്കിൽ തുടങ്ങി. പിന്നെ ഓരോ കഥ പറച്ചിലായിരുന്നു. മൂവീസിനെ പറ്റി പറഞ്ഞു, ഇഷ്ടമുള്ള ഫുഡിനെ പറ്റി പറഞ്ഞു, കുറേ മെയിൻ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. സംസാരിക്കാൻ തുടങ്ങി. 10 മണിയായപ്പം അവർ പറഞ്ഞു ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇവിടെ ഉള്ളൂ, അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. സോ ദാറ്റ് വാസ് അവർ ഫസ്റ്റ് മീറ്റ്. അത് കഴിഞ്ഞ് പിന്നീട് കോൾ സ്റ്റോക്സ് എല്ലാമായി. പിന്നെ ദെൻ ഫൈനലി വി ഡിസൈഡഡ് ടു ലൈക്ക് ഹുക്ക് അപ്പ്. ആൻഡ് ദെൻ 1 വർഷത്തെ ടൈം എടുത്തു. ജസ്റ്റ് ഗെറ്റ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, ഒരുമിച്ച് മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി. ആൻഡ് ഹിയർ വി ആർ നൗ. ഫൈനലി വി ഗോട്ട് മാരീഡ്. Today we are seeing her in a traditional attire. I was shocked. She is so beautiful. Oh my god, with the jewelry, saree and all. She is really very beautiful. Adipoli, we can say Adipoli. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചേട്ടന്മാരുടെയൊക്കെ കൂടെ വളർന്നപ്പോൾ ആ ഒരു വൈബ് എനിക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെ പുള്ളിയായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഞാൻ അതിൽ. ഫസ്റ്റ് ടൈം ഒന്നുമല്ല വീട്ടിൽ നിന്ന് പുറത്ത് വന്നത്. കുറേ നാളായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് തന്നെയാണ്. പക്ഷേ ഇതെന്തോ ഒരു ഹെവി ഹാർട്ടഡ് ആയിരുന്നു, കുറച്ചൊരു ഓവർവെൽമിങ്. കാരണം അച്ഛനാണെങ്കിൽ എപ്പോഴും എല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്ത് തരുന്നു. അപ്പോൾ ഇന്നലെ അതിനുള്ളൊരു സമയമൊക്കെ കിട്ടിയില്ല. അപ്പോൾ അച്ഛനെ കൊണ്ടൊരു ഓസ്പീഷ്യസ് എന്നുള്ള രീതിക്ക് എനിക്ക് എന്താ പറയുക ഒരു വിശ്വാസം എൻ്റെ അത്.